ഹലോ ഗായ്സ്, ഞാൻ നെച്ചു. വീണ്ടും ഒരു വീഡിയോ ആണ് കേട്ടോ. ഈദ് വീഡിയോ ആണ്. അറിയാം വളരെ നേരത്തെ ആയി എന്നുള്ളത്, സോറി കേട്ടോ. വയ്യായിരുന്നു, ഫീവറും ഫ്ലൂ ഒക്കെ ആകെ അങ്ങോട്ട് പെട്ട അവസ്ഥയിലായി. ഇതിൽ ഞാൻ അത്യാവശ്യം എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് പർച്ചേസ് മുതൽ ഈദ് എൻഡ് വരെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹോപ്പ് യു ഓൾവേസ് ലൈക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റും ചെയ്യാം കേട്ടോ. പിന്നെ ഈ വീഡിയോ ത്രൂ ഔട്ട് നമ്മുടെ നെച്ചൂസും ഫാമിലിയും ഉണ്ട് കേട്ടോ നമ്മളുടെ കൂടെ. നമ്മൾ എവിടെ പുറത്ത് പോകുമ്പോഴും അവരെയും നമ്മൾ കൂടെ കൂട്ടും. നാട്ടിൽ നിന്ന് വന്ന മുതൽ ഞാനും അവളുടെ ഉമ്മ ആച്ചി ഭയങ്കര തിക്കാണ്. അതേപോലെ നെച്ചൂസിൻ്റെ ഉപ്പയായാലും എൻ്റെ ഹസ്ബൻഡും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ഇതങ്ങോട്ട് കളറാക്കി, അൽഹംദുലില്ലാ. ഇതിവിടെ മവാല എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒമാനിലുള്ളവർക്ക് മനസ്സിലാവും. ഇവിടെ അത്യാവശ്യം നല്ല ആംബിയൻസ് ആണ്. ഈ ഒരു ആംബിയൻസ് അവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ബാമ്പു ആണ് കേട്ടോ. മുള എല്ലാ കാര്യത്തിനും അവിടെ ബാമ്പു ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ പോയത്, അതെ, നമ്മളൊരു സർപ്രൈസാന്നും പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. അവിടെ കണ്ടപ്പോൾ സത്യം പറയാലോ കിളി പോയി. അമ്മാതിരി ക്യൂ ആയിരുന്നു. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. എന്താണ് ഇവിടെ എന്നുള്ളൊരിത്, കാരണം എന്താണെന്നൊന്നും പറഞ്ഞില്ല. ഒരു സർപ്രൈസ് തരാം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെയൊക്കെ കൊണ്ടുപോയത്. എന്താണെന്നൊന്നും മനസ്സിലായില്ല. പിന്നെ ക്യൂ കുറഞ്ഞു വന്നപ്പോഴാണ്, അടുത്തെത്തിയപ്പോഴാണ് ഏകദേശം സംഭവം പിടികിട്ടിയത് എന്താണെന്നുള്ളത്. അത് നിങ്ങൾ കണ്ടോട്ടോ. അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. അപ്പം ഇതാണ് നമ്മൾ ഇത്രയും സമയം ക്യൂ നിന്ന് വെയിറ്റ് ചെയ്ത് നിന്ന സാധനം, സർപ്രൈസ്. അതായത് ഫോർസാസ് എന്നാണ് ഈ ഒരു ഐസ്ക്രീമിൻ്റെ പേര്. ഫലൂദയാണ് കേട്ടോ. നമ്മൾ തന്നെ ഇപ്പം നമ്മളുടെ പ്രിഫറൻസിനനുസരിച്ച് ഇത് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. അതേപോലെ ഈ പേരയ്ക്ക, സ്ട്രോബെറി, പച്ചമാങ്ങ, പഴുത്ത മാങ്ങ, വാനില, പാഷൻ ഫ്രൂട്ട്, ഇതിൻ്റെ ഒക്കെ ഫ്ലേവർ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. അത്യാവശ്യം കളർഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് കേട്ടോ. ഇവിടെ ഇപ്പം കാരമലും ചോക്ലേറ്റ് വിത്ത് നട്ട്സും പ്ലെയിനും പിസ്തയുടെ ഒക്കെ സിറപ്പുണ്ട്. അതേപോലെ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇവിടെ ഉണ്ട്. ചിയാ സീഡ്സും ഫ്ലെക്സും പിന്നെ വാൽനട്ട്, അങ്ങനെ എല്ലാ ഏകദേശം ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് കാരമൽ ആൾക്ക് ഇത്തിരി എക്സ്ട്രാ ആയിട്ട് ആൾ പ്രിഫർ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഞാൻ അത് അത്യാവശ്യം കുറച്ചധികം എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് ആയിരുന്നു. ഫ്രൂട്ട്സിൽ പാഷൻ ഫ്രൂട്ട്സും ബെറീസും മാംഗോ, അനാർ, ഇതൊക്കെ ഉണ്ടായിരുന്നു. അതും പരമാവധി ഞാൻ കുഞ്ഞി ബൗൾ ഫില്ല് ചെയ്തു കേട്ടോ. ഏകദേശം എങ്ങനെയൊക്കെ വെക്കാൻ പറ്റുമോ അതുപോലൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇനി വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം ഇത് നമ്മൾ വെയിങ് മെഷീനിൽ വെക്കണം. എന്നിട്ട് അവർ വെയിറ്റ് നോക്കിയിട്ട് എത്രയാണോ പേയ്മെൻറ്റ് എന്നുള്ളത് നമ്മളെടുത്ത് പറയും, അത് ചെയ്യാം. അതാണ്. അപ്പം നമ്മൾ വെയിറ്റ് നോക്കി അതിനൊരു പേയ്മെൻറ്റ് അവർ പറഞ്ഞു, അത് ചെയ്തു. അങ്ങനെ ഞങ്ങളുടേത് കഴിഞ്ഞു കേട്ടോ. തിരിച്ചിറങ്ങാൻ നേരത്തു സെയിം ക്യൂ ആയിരുന്നു, ഒരു മാറ്റവും ഇല്ല. നേരത്തെ ക്യൂ അതുപോലെ പിന്നെയും വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ചെപ്പിക്ക് ഒരു ഓട്ടമായിരുന്നു. അപ്പം ഞാൻ ഒന്ന് പേടിച്ചു, പഠിച്ചോനെ ഞാൻ ഇട്ടത് വല്ലതും കൂടിപ്പോയോ എന്നുള്ളൊരു ഇതായിരുന്നു. കാരണം ആദ്യമായിട്ട് കണ്ട കുറച്ച് കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. ഈ ഒമാനീസ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതൊക്കെ, അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതല്ലായിരുന്നു കേട്ടോ. ആൾ കൈ വാഷ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. ഏതായാലും 1 മണിക്കൂർ ക്യൂ നിന്നത് വെറുതെ ഇല്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ പല നമ്മൾ കഴിക്കാത്ത ഫ്ലേവേഴ്സൊക്കെ വന്നുകൊണ്ടാന്ന് തോന്നുന്നു, ഒരു വെറൈറ്റി ടേസ്റ്റ്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഈദ് ഡേ. ഇത് ലോങ് വീഡിയോ ആണ്, ഇതിൽ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ സെറ്റാക്കാം കേട്ടോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.